അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുൻ ആലിമൻ, നീയൊരു പണ്ഡിതനാവാം, ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ നീ ഇൽമു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാവും, ഔ മുഹിബ്ബൻ, അതുമല്ലെങ്കിൽ ആ ഇൽമിനെയും ഇൽമിൻ്റെ അഹ്ലുകാരെയും സ്നേഹിക്കുന്നവ ഇഷ്ടപ്പെടുന്ന ഒരാളായി നീ മാറണം. ഔ മുസ്തമിയാൻ, അതല്ലെങ്കിൽ നീ ആ ഇൽമ് ഇഷ്ടപ്പെടുകയും അത് ശ്രദ്ധിച്ച് കേൾക്കുന്നവനുമായിരിക്കണം. ഫലാത്തക്കുൻ ഖാമിസ, ഈ നാലിലും പെടാതെ അഞ്ചാമത്തെ ഒരു കക്ഷിയിൽ നീ പെട്ടുപോകരുത്. ഈ ഹദീസ് ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഷവ്വാൽ എന്ന് പറയുന്നത് നമ്മുടെ വൈജ്ഞാനികമായ ഒരു ഉണർവിൻ്റെ കൂടി ഈ കാലഘട്ടമാണ്. റമദാൻ അവധിക്ക് ശേഷം നമ്മുടെ മദ്രസകളും അതുപോലെ തന്നെ മതപാഠശാലകളും ദർസ്, അറബിക് കോളേജ്, ദേവ കോളേജുകളൊക്കെ ഓപ്പൺ ചെയ്യുന്ന ഒരു പീരീഡാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളില്ലാത്ത വിധം ഒരു വൈജ്ഞാനികമായ സാംസ്കാരികമായ ഉണർവിന് കാരണം പൂർവികമായി പാരമ്പര്യമായി നമ്മുടെ നാട്ടിൽ നിലനിന്നു പോന്ന ഈ ഒരു മതപഠനത്തിൻ്റെ മേഖലകളെ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഓരോ വീട്ടിലും ഒരു മുതഅല്ലിം, മതം പഠിച്ച, ആഴത്തിൽ മതം പഠിച്ച ഒരു വിദ്യാർത്ഥി, ഒരു പണ്ഡിതൻ ഉണ്ടാവുക എന്നത് ഓരോ വീടിൻ്റെയും ഓരോ കുടുംബത്തിൻ്റെയും ലക്ഷ്യമായി മാറണം. ഓരോ കുട്ടികളുടെയും അഭിരുചികൾ, അവരുടെ ബൗദ്ധികമായ നിലവാരങ്ങൾ ഇതെല്ലാം വ്യത്യസ്തമായിരിക്കും. വിശുദ്ധമായ ഈ ദീൻ അത് നിലനിന്നു പോവുക എന്നത്, നിലനിർത്തുക എന്നത് അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ്. ഇന്ന നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. പക്ഷേ ആ മതപരമായ അറിവ് നമ്മളൊരു കുട്ടിയെ പഠിപ്പിക്കുന്നതോടുകൂടി അവൻ ഈ മതത്തിൻ്റെ പ്രചാരണ രംഗത്ത് പ്രാക്ടിക്കലി അവൻ്റെ ലൈഫിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാകുന്നതോടുകൂടി ഒരു കൾച്ചറിനെ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ, മറ്റുള്ളവർക്ക് മാതൃകയാവാൻ, മറ്റുള്ളവരാൽ ഫോളോ ചെയ്യപ്പെടുന്ന ഒരാളായി നമ്മുടെ മക്കൾ മാറുക എന്നത് ഓരോ പിതാവിൻ്റെയും ഓരോ മാതാവിൻ്റെയും വലിയ താല്പര്യമായിരിക്കണം. പലപ്പോഴും മതപഠനത്തിൻ്റെ, അത് മദ്രസയാവട്ടെ ദർസാവട്ടെ, അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വരികയും ഭൗതികമായ പഠനങ്ങൾ, അതിൻ്റെ പിന്നാലെ മനുഷ്യർ പരക്കം പായുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. ഇവിടെ ഒരു കുട്ടി മതം പഠിക്കുന്നതോടുകൂടി അവനൊരിക്കലും ഭൗതികമായ അവൻ്റെ അവസരങ്ങൾ, വൈജ്ഞാനികമായ മേഖലകൾ, അതിൻ്റെ വാതിലുകൾ അവന് മുമ്പിൽ കൊട്ടിയടക്കപ്പെടുന്നില്ല. കൂടുതൽ ഊർജ്ജസ്വലമായ ഒരു കുട്ടിക്ക് പഠിക്കാനുള്ള അവസ്ഥകളുണ്ട്. മതവും ഭൗതികവും പഠിച്ച വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ, നമ്മുടെ കുടുംബത്തിലുണ്ടാവട്ടെ. ഒരിക്കലും വൈജ്ഞാനികമായ ഒരു മുന്നേറ്റം ഒരു അർത്ഥത്തിലും നമുക്കത് നഷ്ടങ്ങൾ സമ്മാനിക്കുന്നില്ല. ഒരു കുട്ടിയുടെ കയ്യിൽ അവന് ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകൾ അത് ഡെവലപ്പ് ചെയ്യുകയും സമൂഹത്തിൽ എവിടെയായാലും അവന് പിടിച്ചു നിൽക്കാനും ജീവിക്കാനുമുള്ള ഒരു കപ്പാസിറ്റി അവനിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സാമ്പത്തികമായി, അതുപോലെ തന്നെ മറ്റ് ജോലികളുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ ആവശ്യമായ കാര്യങ്ങൾ ഈ പുതിയ തലമുറക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ ഗൾഫ് പ്രവാസം,
അതാണ് ഇന്ന് നമ്മൾ കാണുന്ന ആധുനികമായ ഒരു കേരളത്തെ, നമ്മുടെ നാടുകളെ സൃഷ്ടിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ആ ഒരു ഗൾഫ് മേഖല അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ കാലത്ത് പല പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ കുടുംബാന്തരീക്ഷത്തെ, നമ്മുടെ സാമ്പത്തികമായ ഭദ്രതയെ തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് സ്വന്തമായി നാം നേടിയെടുത്ത വിജ്ഞാനം കൊണ്ട് നമുക്ക് നമ്മുടെ ഈ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നതിനേക്കാൾ അപ്പുറം ഒരു കുടുംബത്തിൽ ഒരു മുതഅല്ലിം ഉണ്ടാവുമ്പോൾ ആ കുടുംബത്തിൽ ആ മുതഅല്ലിമിനെ, ഒരു പണ്ഡിതനെ ആശ്രയിച്ചുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങളിൽ നമുക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് നല്ല മാർക്കുള്ള, നല്ല മിടുക്കരായ വിദ്യാർത്ഥികളെ ഇത്തരം മേഖലയിലേക്ക് പറഞ്ഞയക്കാനുള്ള പ്രോത്സാഹനം അത് ഓരോ കുടുംബാന്തരീക്ഷത്തിൻ്റെ അകത്തു നിന്നും ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ കുൻ ആലിമൻ, നീ ഒരു പണ്ഡിതനാവുക. പലപ്പോഴും മക്കളെ പണ്ഡിത വേഷമണിയിച്ച് ഈ ഒരു മേഖലയിലേക്ക് പറഞ്ഞയക്കുന്ന രക്ഷിതാക്കൾക്ക് പണ്ഡിതന്മാരാവാൻ പറ്റിയിട്ടില്ല. അതിന് പരിഹാരമായിട്ടാണ് ഔ മുതഅല്ലിമൻ, നീ ഒരു മുതഅല്ലിമാവുക എന്ന രണ്ടാമത്തെ കാറ്റഗറിയിൽ നമ്മുടെ കേരളത്തിൽ അനേകം രക്ഷിതാക്കൾ ഇടം നേടിയത്. കാരണം അവർക്ക് സ്വയം ആലിമാവാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് ഒരു ആലിമിനെ സൃഷ്ടിക്കാൻ സാധിക്കുന്നു, ഒരു മുതഅല്ലിമിനെ അവരുടെ കുടുംബത്തിനകത്ത് നിന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നത് അത് രക്ഷിതാക്കളുടെ വിചാരമാണ്, അവരുടെ പ്രോത്സാഹനമാണ്. ഔ മുഹിബ്ബൻ ഔ മുസ്തമിയൻ, ഈ ഒരു മേഖലയെ ഇഷ്ടപ്പെടാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഇൽമിൻ്റെ പാഠങ്ങളെ സ്വീകരിക്കാനുമുള്ള ഒരു പ്രതിപത്തിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മൂന്നാമത്തെയും നാലാമത്തെയും വിശേഷണങ്ങൾ. അതുകൊണ്ട് ഈ ഒരു വൈജ്ഞാനിക മേഖലയെ കൂടുതൽ നെഞ്ചേറ്റി ജീവിതത്തോട് ചേർത്തുപിടിച്ച് നമുക്ക് നമ്മുടേതായ സംഭാവനകൾ ദീനിന് വേണ്ടി നൽകാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.